ബാംഗ്ലൂർ എന്ന് തന്നെ താമസിച്ചാലോ? എങ്ങനെയിരിക്കും? സോ ഞാൻ അലീന, ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്, ഞാനൊരു ഓൺലൈൻ ട്യൂട്ടറുമാണ്. എൻ്റെ ലൈഫ് ലെസൺസും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ട കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ജേർണിയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, ജസ്റ്റ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ബാംഗ്ലൂർ പോകുമ്പം ഫസ്റ്റ് കേട്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങളും കേട്ട കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വെള്ളമടി, കഞ്ചാവ്, പിന്നെ അങ്ങനത്തെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ. പിന്നെ ബാംഗ്ലൂർ പോയാൽ നശിക്കും, ഇതാണ് നാടും നാട്ടുകാരും അടക്കം എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഞാൻ ജീവിതത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി താമസം. അപ്പോൾ ഒറ്റയ്ക്കായി താമസിച്ചപ്പോൾ ഞാൻ പഠിച്ച ആദ്യത്തെ കാര്യം എന്താണെന്നറിയാം? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ വീട്ടിൽ നിൽക്കുകയെന്ന് വിചാരിച്ചോ, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ടേബിളിലെ ഫുഡ്, വിഷമം വന്ന, സങ്കടം വന്ന കരയാൻ അമ്മ, നമ്മുടെ ബെഡ്, നമ്മുടെ എല്ലാം, നമുക്ക് എന്ന് പറയാൻ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് നമ്മൾ പറിച്ചു മാറ്റപ്പെടുകയാണ്. ഓക്കെ, അത് നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പനി പിടിച്ച് അവിടെ കിടന്ന് 2 ദിവസം കഴിഞ്ഞാൽ പോലും ആരും അറിയാൻ പോകുന്നില്ല. ഓക്കെ, അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നമുക്ക് ഫുഡ് ടേബിളിൽ എത്തിക്കാൻ ആരും ഉണ്ടാവില്ല. അത് പനിയാണെങ്കിലും ചുമയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഫുഡ് ടേബിളിൽ എത്തുള്ളൂ. അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ലെസൺ, നമുക്ക് നമ്മളല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ മൈക്കിൻ്റെ പവർ ആക്ച്വലി ഓഫാണ്. സോ വീഡിയോൻ്റെ ക്വാളിറ്റിൻ്റെ ഒപ്പം ഓഡിയോ ക്വാളിറ്റി നിലനിർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓഡിയോൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോൺലിനെസ് ആൻഡ് ബീയിങ് അലോൺ. ഓക്കെ, ഈ ലോൺലിനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ താമസിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? ഒറ്റയ്ക്കുള്ള കമ്പനി ആസ്വദിക്കാൻ നമ്മൾ പഠിക്കും. ഓക്കെ, ഒറ്റയ്ക്ക്, കാരണം നമ്മൾ എത്ര സമയം നമ്മൾ കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുക, ഒരുപാട് സമയം നമ്മൾ തന്നെ ഇരിക്കേണ്ടി വരും അല്ലേ? അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കുന്നുള്ളതാണ്. നമ്മളെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യും, നമ്മൾ ആരാണ്, എന്താണ്, നമ്മൾ കുറേ ചിന്തിക്കും. നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെക്കുറിച്ച് തന്നെ അനലൈസ് ചെയ്യുന്നൊരു സമയമാണ് ഈ ബീയിങ് അലോൺ എന്ന് പറയുന്നൊരു സമയം. മൂന്നാമത്തെ കാര്യം, ദ ബിഗ്ഗസ്റ്റ് തിങ്, ഞാൻ ഇപ്പോഴും വൃത്തിയായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, മണി മാറ്റേഴ്സ്. ഓക്കെ, അപ്പം അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. എന്താണെന്നറിയോ? നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഒരു ഇത്ര ബഡ്ജറ്റായിരിക്കും. ആ ബഡ്ജറ്റിൽ നമ്മൾ റെൻ്റ് അടയ്ക്കണം, നമുക്ക് ഫുഡ് കഴിക്കണം, നമുക്ക് ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം. ഇതൊന്നും എക്സ്ട്രാ ഫണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമുക്കൊരു ഫണ്ട് അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യം മണി മാനേജ്മെൻറ്റാണ്. ഓക്കെ, നമ്മുടെ റെൻറ്റ്, കറണ്ട്, വെള്ളം, നമ്മളെല്ലാം പുതിയതായിട്ട് തുടങ്ങുക. ഇതെല്ലാം നമ്മൾ ഒന്നേന്ന് പഠിച്ചേ പറ്റൂ. അപ്പോൾ എങ്ങനെ നന്നായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്യാം എന്നുള്ള പഠിച്ചത് അവിടെ നിന്നാണ്. ഓക്കെ, നമുക്ക് വേറെ കുറേ ഇൻകം ഓപ്ഷൻസ് ഇല്ലല്ലോ, നമ്മൾ പഠിക്കുകയല്ലേ. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം, റിയലൈസിങ്. നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് റിയലൈസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ശരി എന്താ, നമ്മുടെ തെറ്റെന്താ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? ഓരോ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കും, അവരെ ഒബ്സർവ് ചെയ്യും, അവരുടെ കാര്യങ്ങൾ പഠിക്കും. നമുക്ക് സിമ്പതി, എമ്പതി, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓരോ ലൈഫ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. നമുക്ക് വീട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന കുറേ സാധനങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? അതൊരു എന്താ പറയുക, സ്പെഷ്യൽ കാര്യമാണ്. അതായത് ചെറിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ്. നല്ലൊരു ദിവസം, അതായത് നമുക്ക് സമാധാനമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ളൊരു ദിവസം, അത് നമ്മളൊരു അസറ്റായിട്ട് കാണാൻ തുടങ്ങും. ഓക്കെ, നല്ല ഫുഡ്, ഒരു ദിവസം നമ്മൾ ഫുഡ് ഉണ്ടാക്കി, അത് നല്ല ടേസ്റ്റാണ്, നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നമ്മുടെ റൂം ക്ലീനാണ്, വാവ്, അത് മാത്രം റൂം ക്ലീൻ ചെയ്യുന്നത്,
പിന്നെ നമ്മുടെ കാര്യങ്ങൾ അടുക്കി വെക്കുന്നത്, ഒതുക്കി വെക്കുന്നത്, അതിലൊക്കെ നമുക്ക് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും എങ്ങനെ ഹാപ്പി ആവുന്നുള്ളത് നമ്മളെ തന്നെ ജീവിക്കുന്നത് പഠിപ്പിച്ചു തരും. പിന്നെ 6ാമത്തെ കാര്യം, ഗ്രോത്ത്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്കുണ്ടായ എല്ലാ ഗ്രോത്തിൻ്റെയും മേജർ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂരിൽ തന്നെയുള്ള ജീവിതത്തിനാണ്. കാരണം ഞാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ബാംഗ്ലൂരാണെങ്കിൽ പോലും പെൺകുട്ടി എന്നുള്ള നിലയിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു. അത് നേരിടാനുള്ള തൻ്റെയും കരുത്തും എനിക്ക് തന്നത് ബാംഗ്ലൂർ ലൈഫാണ്. സോ നമ്മളിങ്ങനെ, അതായത് നമുക്ക് ലൈഫിൽ എപ്പോഴും ഒരേ ഒരു എന്താ പറയുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോലെ അല്ലാന്നും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നു. അത് നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ എന്നും അത് നമ്മൾ നേരിടണമെന്നും എന്നെ പഠിപ്പിച്ചത് ബാംഗ്ലൂരാണ്. ഒരു പരിധി വരെ ഇന്നത്തെ എന്നെ, ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് തന്നത് വരെ ബാംഗ്ലൂരിലെ എൻ്റെ തന്നെയുള്ള ജീവിതമാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഞാൻ ഇപ്പോഴും റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ബെനഫിറ്റായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. സോ ഇതുപോലത്തെ വീഡിയോസ്, ഇതുപോലത്തെ എൻ്റെ ലൈഫ് ലെസൺസ് ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ എന്നോട് ഇന്നത്തെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും യു ഡിഡ് ഇറ്റ് അലീനാണ്. യു ഡിഡ് ഇറ്റ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഇപ്പം ഞാൻ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് യു ഡിഡ് ഇറ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Till next video, we will connect through Instagram. Tata.